Morning. Good morning. Okay. എല്ലാവർക്കും സുഖാണോ? മഴയൊക്കെ മാറിയില്ലേ? പെയ്യുന്നുണ്ടോ നാട്ടിലൊക്കെ? ഉണ്ട്, മഴയുണ്ട്. ഓക്കെ, ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ. നമ്മുടെ ഓഫീസിന്റെ ഭാഗത്തൊക്കെ നല്ല വെയിലാണ്. ചെറുതായിട്ട് മഴ പെയ്തിരുന്നു കാലത്ത്, പിന്നെ അപ്പൊ തന്നെ വളരെ നല്ല വെയിലായി. മഴയാണല്ലേ? ഓക്കെ. എവിടെയാ വീട്? ചിഞ്ചു? കണ്ണൂര്. ഓക്കെ. ആരോ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിരുന്നോ? ചിഞ്ചുവിന്റെ ആണോ? പോൾക്ക് ആയിരുന്നു. ഓക്കെ. എന്തായിരുന്നു? എന്ത് പറ്റിയതാണ്? പനിയായിരുന്നോ? ഓക്കെ ഓക്കെ. ഓക്കെ ആയോ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, മോനൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓഡിറ്റ് ആയിരുന്നു അല്ലെ? ഓക്കെ, ഓഡിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് കേട്ടോ. 2 അവർ മിസ് തന്നെ ആയിരിക്കും കേട്ടോ. ആദ്യം മിസ് ഇല്ല, ലീവാണ്. അപ്പൊ അതുകൊണ്ട് 2 അവർ മിസ് തന്നെ ആയിരിക്കും. എനിക്ക് ബ്രേക്ക് ഒക്കെ തരാം, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാനൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാം. ബ്രേക്ക് തരാം ഒരു 10 മിനിറ്റ്, എന്നിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 2 അവർ മിസ് തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എല്ലാവരും പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ, ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, 150. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ ഓഡിറ്റ്. Medical audit is defined as the assessment of medical care in retrospect through scrutiny of medical records. It is a planned analysis program with clearly monitors and evaluate the clinical performance of all practitioners recorded by qualified professionals, staff, to identify, examine, or verify the performance using accepted criteria. അപ്പൊ എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓക്കെ, മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ്സുകള് പരിശോധിച്ച ശേഷം മുൻകാലയളവിലെ വൈദ്യ പരിചരണം നിലനിർത്തുന്നു. ഓക്കെ, ഇതുകൂടെ പറയാം മിസ്. മെഡിക്കൽ ഓഡിറ്റ്, രോഗികളുടെ മെഡിക്കൽ ഓഡിറ്റ് ഉണ്ടാകില്ലേ? ആ മെഡിക്കൽ ഓഡിറ്റ് പരിശോധിച്ച ശേഷം ഡോക്ടേഴ്സ് എങ്ങനെയാണ് രോഗികളെ മുൻകാലങ്ങളില്, ആദ്യ നാളുകളില് പരിചരിച്ചിരുന്നത്, എങ്ങനെയാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്ത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം മിസ്. നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഓഡിറ്റ് വെച്ചിട്ടാണ്, അത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത് അല്ലെ? അതായത് ഇപ്പോ ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം
ഡോക്ടർമാർ മുൻകാലങ്ങളിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിരുന്നത്, ആ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് 1000 എണ്ണം മെഡിക്കൽ റെക്കോർഡുകൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 1000 എണ്ണവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കി പരിശോധിക്കുന്നു. അതിനുശേഷം ഡോക്ടേഴ്സ് എങ്ങനെയാണ് രോഗികളെ പരിചരിച്ചിരുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കിട്ടിയോ? എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്നുള്ളത്? മനസ്സിലായോ? ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ്? ജസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ഇറ്റ്സ് എ പ്ലാൻഡ് അനാലിസിസ് പ്രോഗ്രാം which clearly monitors and evaluates the clinical performance of all practitioners, record by qualified professional staff to identify, examine or verify the performance using accepted criteria. എന്താണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാ പ്രാക്ടീഷണർമാരും ക്ലിനിക്കൽ പ്രകടനം, അവരുടെ പരിശോധനകൾ, ക്ലിനിക്കൽ ആയിട്ടുള്ള രീതികള് വ്യക്തമായിട്ട് നിരീക്ഷിക്കാനായിട്ടും വിലയിരുത്താനായിട്ടും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിയമിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാല്, ഡോക്ടേഴ്സ് അല്ലെ, അവരുടെ പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ്മാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായിട്ട് അവരെങ്ങനെയാണ് രോഗികളെ പരിചരിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിരീക്ഷിക്കാനും വിലയിരുത്താനും വേണ്ടി ചെയ്യുന്നതാണ് മെഡിക്കൽ ഓഡിറ്റ്. ഇനി ഇതിനു വേണ്ടിയിട്ട്, ഈ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിയമിച്ച സ്റ്റാഫുകൾ ഉണ്ടാവും. അവരാണ് എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് കവേഴ്സ് ഓൾ features of a clinical care, including that provided by nursing and paramedical staff. ഇനി എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സുമാരുണ്ടല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൽ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. ആ സ്റ്റാഫുകൾ ഇവര് രണ്ടുപേരും എന്നിട്ടാണ് അവിടെ നൽകിയിരിക്കുന്ന അവര് ക്ലിനിക്കൽ കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. നഴ്സുമാരായാലും അതുപോലെ തന്നെ എന്താണ് ഈ പാരാമെഡിക്കൽ സ്റ്റാഫുകളായാലും അവിടെ വരുന്ന പേഷ്യൻസിന് ക്ലിനിക്കൽ കെയറുകൾ കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കെയറുകള് നോക്കി അവരുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. അതായത് നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ്, അവരെങ്ങനെയാണ് രോഗികളെ പരിചരിക്കുന്നത്, നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ടോ, എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ അവരുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട്, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന അവരുടെ രണ്ടുപേരുടെയും നഴ്സുമാരുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടുപേരുടെയും അവർ ഏതൊക്കെയാണ്? നഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്. ഈ രണ്ടുപേരുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഇനി നോക്കിയേ, ക്ലിനിക്കൽ ഓഡിറ്റ് എ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ദാറ്റ് ട്രൈ ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ ആൻഡ് effected through systematic analysis of a care of the healthcare team against clear-cut area criteria and the implementation of a change. അതായത് എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ കെയർ എൻഹാൻസ് ചെയ്യുകയും, അതായത് സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാകണം എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് അവിടെ വരുത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ, കൃത്യമായിട്ട് ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഒരു കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ കെയർ എങ്ങനെയുള്ളതാവണം, ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ നമ്മളുടെ ഹോസ്പിറ്റലിന്റെ, അതായത് ഓർഗനൈസേഷന്റെ
കെയർ എങ്ങനെയുള്ളതാകണം എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് മെഡിക്കൽ ഓഡിറ്റ് ഡിഫൈൻഡ് എന്നുള്ളത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റ് കവേഴ്സ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. Organizational audit means investigation of a practice like appointment system, policy, practice, standards, which are considered as primarily administrative functions. അതായത് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് അവിടെ പറയുന്നുണ്ട് അല്ലെ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, ഒരു ഓർഗനൈസേഷന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെന്റ് പാലിക്കേണ്ട പോളിസീസ്, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, എന്നിവയെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ, വിലയിരുത്തലാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഓർഗനൈസേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും അല്ലെ, ഓരോ പേഷ്യൻസിനും അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യേണ്ട പോളിസീസ്, പ്രിൻസിപ്പിൾസ്, ഗൈഡ് ലൈൻസ്, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ 3 രീതിയിലുള്ള ഓഡിറ്റ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്, മെഡിക്കൽ ഓഡിറ്റ് എന്താണ്. ഇനി സെക്കൻഡ് വൺ നമ്മൾ പഠിച്ചത് ക്ലിനിക്കൽ ഓഡിറ്റ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പഠിച്ചത് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ 3 കാര്യങ്ങളും? ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ആയില്ലേ? 3 ഓഡിറ്റ് നമ്മൾ പറഞ്ഞത് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് നോക്കാം, മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. ഓഡിറ്റ് നടത്തുമ്പോൾ ഡിഫറെന്റ് മെത്തേഡ്സിലൂടെ, അല്ലെങ്കിൽ അത് നമ്മളിപ്പോ ഡാറ്റ കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് ഒബ്സർവേഷൻ. നമുക്ക് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിരീക്ഷിച്ച് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അതാണ് എന്ത്, ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓഡിറ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം അല്ലെ, പേഷ്യൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന വിഷയമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ പേഷ്യന്റ് കെയർ ആവാം, ഡോക്ടർ രോഗികൾക്ക് കൊടുക്കുന്ന കെയർ ആവാം, പേഷ്യൻസിനെ അവിടെ പരിചരിക്കുന്ന രീതികള്, അതൊക്കെ ആവാം. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഇത് ചെയ്യാൻ പറ്റും, ആ വിഷയം നമ്മൾ തിരഞ്ഞെടുത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് നടത്താവുന്നതാണ്. അതാണ് ഇത് ഡയറക്റ്റ് ഒബ്സർവേഷൻ.
ഇനി എന്താണ് ചെക്ക് ലിസ്റ്റ്? ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ് അത്യാവശ്യത്തിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ഇപ്പോ ഡോക്യുമെന്റ്സ് ആവാം, ഡാറ്റകളാവാം, ഇതൊക്കെ നമ്മള് ഓരോന്ന് എന്താണ് ഇപ്പോ 1 by 1 ആയിട്ട് നമ്മൾ നോക്കി പരിശോധിച്ച് ചെക്ക് ലിസ്റ്റ് ചെയ്തോ അല്ലെ, ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇന്നത് നമ്മൾ നോക്കാം, അടുത്തത് ഏതാണ് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് അത് ഓരോന്നും നമ്മൾ നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ഇത് ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്. നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സ് ആവാം, അല്ലെങ്കിൽ രോഗികളുടെ പല റിപ്പോർട്ടുകൾ, കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അത്തരത്തിലുള്ള ഡോക്യുമെന്റേഷനിലൂടെയൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ച് അത് വായിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് നമുക്ക് ഓഡിറ്റ് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യനേഴ്സ്. എന്താണ് നമുക്ക് ചോദിച്ച് അല്ലെ, സർവേ പോലെ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് അവരുടെ ആൻസേഴ്സ് മനസ്സിലാക്കി അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഓഡിറ്റ് നടത്താം. ഇന്റർവ്യൂ അതുപോലെ തന്നെയാണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനവർ ഉത്തരം പറയും അല്ലെ. ആ ഉത്തരം നമുക്ക് മനസ്സിലാക്കി അതിന്റെ ഒരു ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓഡിറ്റ് നടത്താവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത് ക്ലിനിക്കൽ കേസ് ഇൻ റിവ്യൂ. അതായത് ക്ലിനിക്കൽ കേസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് രോഗി പരിചരണം എങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെ തന്നെ പേഷ്യൻസിൽ നിന്ന് ഇൻഫർമേഷൻസുകൾ ഇപ്പൊ രോഗികളോട് നമ്മൾ ചോദിച്ച്, അതും സെയിം തന്നെയാണ് കേട്ടോ. രോഗികളോട് ചോദിച്ച് അവരുടെ എങ്ങനെയാണ് പരിചരിക്കുന്നത്, ഡോക്ടേഴ്സ് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ, നഴ്സുമാർ എങ്ങനെയാണ് അവര് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് മെത്തേഡ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ ഓരോന്നും ഒരു 6 എണ്ണമാണ് ഉള്ളത്. കറക്റ്റ് ആയിട്ടൊന്ന് ഓർമ്മിച്ച് വെക്കുക, പഠിച്ചു വെക്കണം കേട്ടോ. ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റേഷൻസ് അല്ലെങ്കിൽ റെക്കോർഡ്സ്, ക്വസ്റ്റ്യനേഴ്സ്, ഇന്റർവ്യൂ, ക്ലിനിക്കൽ കേസ് റിവ്യൂ. ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സിൽ വരുന്നത്. നോക്കാട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ മെഡിക്കൽ ഓഡിറ്റും ഓർഗനൈസേഷണൽ ഓഡിറ്റും ക്ലിനിക്കൽ ഓഡിറ്റും ചോദിക്കാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ ഓരോ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനായിട്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാൻ നോക്കാം. ഓക്കെ, അതങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഇത് കൺകറന്റ് ഓഡിറ്റും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. എന്താണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? കൺകറന്റ് ഓഡിറ്റ് മീൻസ് here is assessed at the time it is taken place. Okay, take ആണോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്? taken തന്നെയാണോ? Okay, here is assessed at the time it is taken place. അതായത് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ taken ആണ്. ഓക്കെ, അതായത് എന്താണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. ഓക്കെ, ഒരു രോഗി വന്നു, ആ രോഗിയെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, പരിചരിക്കുന്നു. ആ ടൈമില് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനിയിപ്പോ വേറൊരു എക്സാമ്പിൾ പറയാൻ മിസ്റ്റർ, ബാങ്കിൽ എല്ലാവരും പോകുന്നതാണ് അല്ലെ, ഇല്ലേ? നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടായാലും ലോൺ എടുക്കാനായിട്ടായാലും ഇതൊക്കെ നമ്മൾ പോകുന്ന കാര്യങ്ങൾ, ATM ഇതൊക്കെ നമ്മൾ എടുക്കാനായിട്ടൊക്കെ നമ്മൾ പോവാറുണ്ട്, അക്കൗണ്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ബാങ്കിൽ നമുക്ക് ഒരു 50,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഫോം ഒക്കെ ഫില്ല് ചെയ്ത് അവിടെ ക്യൂ നിൽക്കാറുണ്ട് അല്ലെ. ക്യൂ ഇല്ലെങ്കിൽ അപ്പൊ തന്നെ കൊടുത്ത് നമുക്ക് ചെയ്തു വരാവുന്നതാണ്. അങ്ങനെ എന്ത് ചെയ്യും? അവര് നമ്മൾ ക്യൂ നിന്ന് നമ്മൾ പൈസ വാങ്ങിച്ചു, അവരെണ്ണി നോക്കി കറക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞ്, നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞ് 50,000 രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവര് എന്താ പറയാ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുന്നത്. ആണോ? ഇത്ര രൂപ തന്നോ, ഇന്നാൾ ഇത്ര രൂപ തന്നോ എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ നിൽക്കുമ്പോ തന്നെ അവിടെ അപ്പൊ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? എൻട്രി ചെയ്യുന്നത് അല്ലെ. ഇല്ലേ?
അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം അയ്യോ അയാളുടെ നമ്മൾ എൻ്റർ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് ടൈം കിട്ടിയത്, ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ ചെയ്യാറ്? അല്ല, നമ്മൾ അവിടെ കൊടുത്തു, ആ അതേ ടൈം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർ ചെയ്യുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തില് ഇല്ലേ? അപ്പൊ എന്താണ്, ആ ടൈമിന് തന്നെയാണ് അവർ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അതാണ് കൺകറന്റ് ഓഡിറ്റ്. ബാങ്കുകളിലൊക്കെ ഈ കൺകറന്റ് ഓഡിറ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത് നമ്മള് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു, അതാണ് കൺകറന്റ് ഓഡിറ്റ്. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാട്ടോ നിങ്ങള്, പിന്നീട് എക്സാമിനൊക്കെ വായിച്ചു നോക്കുമ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. അതായത് here is rated after it has been completed through റെക്കോർഡ്സ്. അതായത് അവിടെ പറയുന്നത് എന്താണ്, ഈ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് രേഖകള് മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. ഓക്കെ, രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് രോഗികൾക്ക് പരിചരണം വിലയിരുത്തുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, പറയാം. നമ്മള് രോഗികളെ നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് എല്ലാ റെക്കോർഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ രോഗികൾക്ക്. അപ്പൊ ഇൻഷുറൻസ് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ്, ഇപ്പൊ ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ കിട്ടുന്നത് എങ്ങനെയായിരിക്കാം ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. എങ്ങനെയാണ് ഇപ്പൊ ക്ലെയിം ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി കൊടുത്തപ്പോൾ തന്നെ കിട്ടുമോ? ഇല്ല, നമ്മുടെ കാര്യങ്ങൾ ബില്ല് കാര്യങ്ങൾ ഇതൊക്കെ ആ ഇൻഷുറൻസ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്ത ശേഷം അവര് ഇവാലുവേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി പെർഫെക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് ക്ലെയിം അവർ തരുള്ളൂ. ഇല്ലേ? അല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് അയച്ചു കൊടുക്കണം എല്ലാ കാര്യങ്ങളും അല്ലെ. എന്നിട്ട് അവര് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ക്ലെയിം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ എന്താണ്, നമ്മളുടെ രേഖകളൊക്കെ എന്താണ് അവർക്ക് സബ്മിറ്റ് ചെയ്യണം അല്ലെ. സബ്മിറ്റ് ചെയ്ത് രേഖകൾ മുഖേന നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ രേഖയും അവർക്ക് സബ്മിറ്റ് ചെയ്തു. അവരെന്ത് ചെയ്യും, ആ രേഖയ്ക്ക് ഇവാലുവേറ്റ് ചെയ്തു. അതിനുശേഷം അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, അവരുടെ കയ്യിൽ നിന്ന് ക്ലെയിം കിട്ടുള്ളൂ. അതാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. അതായത് രേഖകള് മുഖേന പൂർത്തിയാക്കി അല്ലെ. നമ്മൾ അവിടെ ചിന്തിച്ചു നോക്കിയേ, എല്ലാ രേഖകളും നമുക്ക് സബ്മിറ്റ് ചെയ്തു അല്ലെ. രേഖകൾ നമ്മൾ പൂർത്തിയാക്കി അതിനുശേഷമാണ് ഇവാലുവേഷൻ നടത്തുന്നത്. മനസ്സിലായോ? അതാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം നമ്മൾ വിലയിരുത്തുന്നത്. ഓക്കെ ആണോ? അതായത് കെയർ കൊടുത്ത ശേഷം ആ റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ആക്കി ഇതിനുശേഷം നമ്മൾ കെയർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഇൻഷുറൻസിന്റെ ക്ലെയിമിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് മെത്തേഡ്സ് നമ്മൾ നോക്കി, ടൈപ്സ് നമ്മൾ നോക്കി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ക്ലിയർ അല്ലേ? മെത്തേഡും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്പ്, അതുപോലെ തന്നെ കൺകറന്റ് ഓഡിറ്റ് എന്താണ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്താണ് എന്നുള്ളതും ചോദിക്കാറുണ്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് നോക്കാം, പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ baseline information through assessment of achievements. അതായത്
ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഫ്യൂച്ചറിലെ അച്ചീവ്മെന്റ്സ്, അതായത് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും നേട്ടങ്ങൾ വിലയിരുത്തുന്നതുമായിട്ടുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഫ്യൂച്ചറിലെ ഭാവിയിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്, അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അച്ചീവ്മെന്റ്സ് നേട്ടങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ്ഫുൾ ആണ്, യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് വ്യൂ ടു ഇംപ്രൂവ് ദ സർവീസസ്. ഇനി ഹോസ്പിറ്റലിലെ സർവീസുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഓരോ മേഖലകളിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ രോഗികൾക്ക് കൊടുക്കുന്ന സർവീസുകൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. നെക്സ്റ്റ് നോക്കാം. Next, it is a regulatory in nature that ensure full and effective utilization of staff and facilities available. അതായത് അവിടെ പറയുന്നത് എന്താണ്, നമുക്ക് ഈ അവിടെ രോഗികളെ പരിചരിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും ഇല്ലേ, ആ സ്റ്റാഫുകള് ആവശ്യമനുസരിച്ച് ഓരോ ആവശ്യങ്ങൾ അനുസരിച്ച് സ്റ്റാഫുകളെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, യൂട്ടിലൈസേഷൻ ചെയ്യാം അല്ലെ. എഫക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാഫുകളെ എന്ത് ചെയ്യാം, എന്താണ് അവർക്ക് വേണ്ട അവരുടെ ആവശ്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾ അനുസരിച്ച് ഓരോ സ്റ്റാഫുകളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തണം എന്നാ പറയുന്നത്. ആവശ്യങ്ങൾ അനുസരിച്ച് സ്റ്റാഫുകളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. ഫുൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, നമുക്ക് ഫുൾ ആയിട്ടും യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്യണം. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് വഴി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് പുട്ട് ഇൻടു പ്രാക്ടീസസ്. അതുപോലെ ഹോസ്പിറ്റലിൽ ഓരോ സർവീസുകളും രോഗികൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ, സർവീസുകളായാലും അതുപോലെ തന്നെ ഹെൽത്ത് പ്രോഗ്രാംസിലും എത്രത്തോളം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, അവിടെ കൊടുക്കുന്ന സർവീസുകളിലായാലും അതുപോലെ തന്നെ ഹെൽത്ത് പ്രോഗ്രാംസിലായാലും എത്രത്തോളം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, ഫലപ്രാപ്തി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ട്, ഫലപ്രാപ്തിയും അതുപോലെ തന്നെ എന്താണ് എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഇഫക്റ്റീവ്നെസ്സും ഉണ്ട് എന്ന് അളക്കാൻ, എത്രമാത്രം ഉണ്ട് നമ്മൾ കൊടുക്കുന്നത് എത്രമാത്രമാണെന്ന് അളക്കാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. ഓക്കെ, അവിടെ കൊടുക്കുന്ന സർവീസിൽ രോഗികൾക്ക് കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സർവീസുകളിലായാലും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലും എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. Narrate and measure present performance. അതുപോലെ തന്നെ നമ്മളെ ഇപ്പോഴുള്ള ഹോസ്പിറ്റലില് പ്രസന്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ഹോസ്പിറ്റലില് ഇപ്പൊ ചെയ്യുന്ന പെർഫോമൻസ് എങ്ങനെയാണ്, നല്ല രീതിക്കാണോ എങ്ങനെയാണ് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടി ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബ്വിയസ് സ്റ്റാൻഡേർഡ്സ്. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ, ഓക്കെ, വ്യക്തമായ സ്റ്റാൻഡേർഡ്സുകൾ അതായത് മാനദണ്ഡങ്ങള് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. റെക്കമെൻഡ്സ് വാട്ട് റിക്വയർഡ് ടു ബി ചേഞ്ച്ഡ്. ഇനി എന്ത് മാറ്റം ആണ് വേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും നമുക്ക് ഇപ്പോ എന്താണ് ഹോസ്പിറ്റലിൽ കുറെ വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്നുണ്ട്. ഇനി അവിടെ എപ്പോഴും നമ്മൾ സെയിം തന്നെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ചിലപ്പോ ക്ലിനിക്കൽ ഓഡിറ്റ് എന്താ പറയാ, ഈ ക്ലിനിക്കൽ ആയിട്ടുള്ള കെയറിങ്ങിലാവാം, അതുപോലെ തന്നെ ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്നതിലാവാം, നഴ്സുമാര് കൊടുക്കുന്ന കെയറിലാവാം അല്ലെ, ചിലപ്പോ അവരുടെ പെരുമാറുന്ന രീതികള് ഇതൊക്കെ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എവിടെയാണ് പാകപ്പിഴകൾ വന്നിരിക്കുന്നത്, എവിടെയാണ് പാളിച്ചകൾ വന്നിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അത് മാറ്റാനായിട്ട്, ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട്, ചേഞ്ചുകൾ വരുത്താനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ സഹായകമാണ്. ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ച്.
അതുപോലെ തന്നെ മാറ്റത്തിനായിട്ട് പല കാര്യങ്ങളും കളക്ട് ചെയ്യാം. നമുക്കറിയാം നമുക്കൊന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വീട് മാറ്റാൻ പറ്റില്ല. പല കാര്യങ്ങളും എവിഡൻസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് പരിശോധിച്ച് അത് വിലയിരുത്തിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങളും ചെറുതാക്കി ഇങ്ങനെ ആദ്യം പോയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ മാറ്റാൻ പറ്റില്ല അല്ലെ. ഒരു ജസ്റ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ ഇതൊക്കെ നമ്മൾ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്ത് ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്ത് പതുക്കെ പതുക്കെ അതിനകത്ത് ചേഞ്ചുകൾ വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ആരാണ്? ക്ലിനിക്കൽ ഓഡിറ്റർ. പിന്നെ എന്താണ്? അപ്രൈസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്. അതുപോലെ തന്നെ മുൻപത്തെ പരിചരണ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പാസ്റ്റ് ആയിട്ടുള്ള അല്ലെ മുൻപത്തെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനും പ്രസന്റ് ഇപ്പോഴത്തെ കാര്യങ്ങള് മോഡിഫിക്കേഷൻസ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ അതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് പ്രീ റിക്വിസിറ്റ്സ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കാം, അല്ലെങ്കിൽ മനസ്സിലായോ നോക്കാം കേട്ടോ, വായിച്ചു നോക്കാം.
വായിച്ചു നോക്കിയോ? ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, എന്താ അതിൽ പറയുന്നത്? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് അല്ലെ പറയുന്നത്. ഓക്കെ, ആരൊക്കെയുണ്ട് അതിനകത്ത്? കമ്മിറ്റിയില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ചെയർമാൻ, അതുപോലെ തന്നെ ഓഫീസ് ഇൻചാർജ് MRD. MRD ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസ് ഇൻചാർജ് ആയിട്ടുള്ള മെമ്പർ സെക്രട്ടറി ഉണ്ട്, അതുപോലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഓരോ മെമ്പേഴ്സും, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ മെമ്പേഴ്സും, ഇവരടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ചെയർമാൻ ഉണ്ടാവും, മെമ്പർ സെക്രട്ടറി ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സ് ഉണ്ടാവും, ഇവരടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി ദ കമ്മിറ്റി ടു മീറ്റ് വൺസ് എ മന്ത് ഓൺ ഫിക്സഡ് ഡേ. ഇനി എങ്ങനെയാണ് ഈ കമ്മിറ്റി കൂടുന്നത്, മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? വൺസ് എ മന്ത് അല്ലെ, മാസത്തിൽ ഒരിക്കലാണ് അല്ലെ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പേഴ്സിന്റെയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ചോദിക്കാറുണ്ട് വൺസ് എ മന്ത് അല്ലെ, ഫിക്സഡ് ഡേ. ഒരു മാസത്തിൽ ഒരു ഫിക്സഡ് ഡേ തീരുമാനിച്ചിട്ടുണ്ടാവും, അതിനകത്ത് മാസത്തിൽ ഒരിക്കലാണ് അവര് ഈ കമ്മിറ്റി കൂടുന്നത്. വൺസ് എ മന്ത്. വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, ഇനി മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അവിടെ ജസ്റ്റ് ഒരു കോമ കൊടുക്കാം കേട്ടോ. അവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, കോമ, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡാറ്റ. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടാക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എന്തായിരിക്കും? ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകള്. അടങ്ങിയതാണ് എന്ത്? ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. ഇനി ഹോസ്പിറ്റൽ റിസോഴ്സസ് എന്താണ്? ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള അല്ലെ ഓരോ റിസോഴ്സസ്, വിഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അതായത് ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെ, കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ യൂട്ടിലൈസേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. ഇനി അഡ്മിഷൻ ഡാറ്റ എന്ന് പറഞ്ഞാല് എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, എത്ര പേര് വന്നു, അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ്, കാര്യങ്ങൾ ഒക്കെ അടങ്ങിയതാണ് ഇത് അഡ്മിഷൻ ഡാറ്റ എന്നുള്ളത്. ഹോസ്പിറ്റലിലേക്ക് എത്ര പേര് വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്ക് എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അവരുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്തൊക്കെയാണ്, അവരെപ്പോഴാണ് കൂടുന്നത്, ആരൊക്കെയാണ് അതിലെ മെമ്പേഴ്സ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലിനിക്കൽ ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഇനി അതിന്റെ സ്റ്റേജസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത് സെലക്ടിങ് ക്രൈറ്റീരിയ. ഓരോ സ്റ്റേജും 6 സ്റ്റേജ് ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിക്കണം. ഫസ്റ്റ് വൺ പറയുന്നത് പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ്, സെലക്ടിങ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. ലാസ്റ്റ് വൺ എന്താണ്? റീ ഓഡിറ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. എന്താണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇല്ലേ? കണ്ടോ നിങ്ങള്? 2-3 ചിത്രങ്ങളൊക്കെ ആ ഒറ്റ പേജിലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് അല്ലെ, പിക്ചേഴ്സുകളാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റില് ഒരു 5 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. യൂസേഴ്സ് ഇൻഫോർമേഷൻ ഉണ്ട്, സെലക്ടിങ് എ ടോപ്പിക്, പ്രയോറിറ്റൈസ് ഓഡിറ്റ്, ഡിഫൈനിങ് ദ പ്രോസസ്, പ്ലാനിങ് ഓഡിറ്റ്. അങ്ങനെ 5 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇതിനകത്ത്
ഏതായിരിക്കാം ഫസ്റ്റ് ഇതിൽ വരുന്നത്, ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്? 5 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താ പറയാ, പ്ലാനിങ് ആയിരിക്കോ? ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യാദ്യം? എന്താ ചെയ്യാ? യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ ആണോ? അറിയില്ല. എന്താ ചെയ്യാ ആദ്യം? സെലക്ടിങ് എ ടോപ്പിക്. നമ്മൾ ആദ്യം ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെ? എന്നിട്ട് വേണം ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട്, ഇല്ലേ? ഓക്കെ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സെലക്ടിങ് എ ടോപ്പിക്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രയോറിറ്റൈസ് ഓഡിറ്റ്. എന്താണ്? ഇതിനൊരു മുൻഗണന കൊടുക്കുക അല്ലെ? ആ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു, ആ ടോപ്പിക്കിന് ഒരു പ്രയോറിറ്റൈസ്, അതൊരു മുൻഗണന കൊടുക്കുക. അതിനുശേഷം ഡിഫൈനിങ് ദ പർപ്പസ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് അവിടെ എഴുതാം. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് തയ്യാറാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ഇനി എന്താണ്? പ്ലാനിങ് ചെയ്യാം. ഓഡിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാം, എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളത്. ഇനി അതിനുശേഷം യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ജസ്റ്റ് ഒരു ചിത്രം മാത്രം അല്ലെങ്കിൽ ആ പിക്ചർ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എന്താണെന്നുള്ളത്, ഏതൊക്കെയാണ് വരുന്നത്, അത് ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ചിത്രങ്ങളിടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡും ചിത്രങ്ങളാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. തേർഡ് സ്റ്റേജിൽ ആ പിക്ചർ അത്രയ്ക്ക് വന്നിട്ടില്ല. സെക്കൻഡും അതുപോലെ തന്നെ ഫസ്റ്റിലും ആ പിക്ചേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ പറഞ്ഞു ആദ്യം സെലക്ട് ചെയ്യാം, ടോപ്പിക് സെലക്ട് ചെയ്തു, അതിന് എന്താണ് പ്രയോറിറ്റൈസ് കൊടുത്തു, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് എഴുതി, അതിനുശേഷം ഓഡിറ്റ് പ്ലാൻ ചെയ്തു, അതിനുശേഷം എന്താണ് യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് സ്വീകരിച്ചു. അതാണ് ഇതിൽ വരുന്നത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ആണ് ഇത് സെക്കൻഡ് സ്റ്റേജ്, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, മാനദണ്ഡങ്ങൾ അല്ലെ? 3 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫൈനിങ് ക്രൈറ്റീരിയ, സോഴ്സ് ഓഫ് എവിഡൻസ്, അപ്രൈസിംഗ് ദ എവിഡൻസ്. ഓക്കെ, അപ്രൈസിംഗ് എന്നാണ് കേട്ടോ. അത് ആ ജി ജസ്റ്റ് ഡിയിലേക്ക് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിലപ്പോ അത് അങ്ങനെ ആയി പോയിട്ടുണ്ടാവാം കേട്ടോ. അത് അപ്രൈസിംഗ് എന്നാണ്. ചിലവരൊക്കെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് അപ്രൈസിംഗ് ദ എവിഡൻസ്. അതങ്ങനെയാണ് വായിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അപ്പോ ഡിഫൈനിങ് ക്രൈറ്റീരിയ ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് മാനദണ്ഡം? ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് മാനദണ്ഡം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ ഓഡിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വിഷയം നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ? പേഷ്യന്റ് കെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാവാം, ഏതെങ്കിലും ഒരു വിഷയം, അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നെക്സ്റ്റ് എന്താണ്? സോഴ്സ് ഓഫ് എവിഡൻസ്. പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം. നമ്മളൊരു പ്രത്യേക ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അതിൽ നിന്ന് നമുക്ക് എന്താണ്? ആ ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണോ അല്ലെ? എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും എവിഡൻസ്? പറയാൻ പറ്റോ? സോഴ്സസ് ഓഫ് എവിഡൻസിൽ എന്തൊക്കെയാ വരാം? പറയാൻ പറ്റോ? ഒന്ന് ഓർത്തു നോക്കിയേ. പേഷ്യൻസ് കെയർ അല്ലെങ്കിൽ ഡോക്ടർ രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം. നമ്മളൊരു വിഷയം നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫർമേഷൻസ് എവിഡൻസുകൾ കിട്ടണം, ഇല്ലേ? എങ്ങനെയൊക്കെ നമുക്ക് കിട്ടാം? എന്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാം? വെരി ഗുഡ്. എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? രോഗികളുടെ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അതിൽ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട് അല്ലെ? ഡേറ്റ് ആയിട്ട് വെരി ഗുഡ് അല്ലെ? ട്രീറ്റ്മെന്റ് റെക്കോർഡ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് കിട്ടും അല്ലെ?
ഓക്കെ, പേഷ്യൻസ് രജിസ്റ്റർ ആവാം, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ആവാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് എവിഡൻസ് ശേഖരിക്കാവുന്നതാണ്. ഇനി എന്താണ് അപ്രൈസിങ് ദ ഓഡിറ്റ്? എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എവിഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്ത് അപ്രൈസിങ് ദ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്രൈസിങ് ദ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എവിഡൻസ് ഉണ്ടാവില്ലേ, ആ എവിഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അപ്രൈസിങ് ദ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3 കാര്യങ്ങൾ കിട്ടിയോ? ക്രൈറ്റീരിയ, വിഷയം നമ്മൾ സെലക്ട് ചെയ്തു, അതിനുശേഷം എവിഡൻസ് നമ്മൾ എവിടെ നിന്ന് കിട്ടുന്നു ഉള്ളത് നമ്മൾ നോക്കി, അതിനുശേഷം ആ എവിഡൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത് തേർഡ് സ്റ്റേജ്, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യാം അല്ലെ. 3 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, പ്ലാനിംഗ് ദ ഡാറ്റ കളക്ഷൻ, എങ്ങനെ ഡാറ്റകൾ കളക്ട് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്തു. ഏത് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യാം എന്നുള്ളത്, കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് മെത്തേഡ് സെലക്ട് ചെയ്യാം എന്നുള്ളത് നോക്കി ആ ഡാറ്റകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാം. ഹാൻഡിലിംഗ് ഡാറ്റ, ഇത്രേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. 3ാമത്തെ സ്റ്റേജ് അങ്ങനെ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാക്കിയാൽ മതി. 1ഉം 2ഉമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്, എക്സാമിനൊക്കെ വരാറുണ്ട്. പത്രത്തില് അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഡയഗ്രാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഏതെങ്കിലും ഒന്ന് ഇപ്പോ എന്താ പറയാ, ഇപ്പോ യൂസേഴ്സ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ പ്ലാനിങ് ഓഡിറ്റ്, സെലക്ടിങ് ടോപ്പിക്, അതുപോലെ തന്നെ ഡിഫൈനിങ് ദ പർപ്പസ്. ബാക്കി ഒരെണ്ണം ചിലപ്പോ അവര് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവില്ല ബോക്സിൽ, ഇതിനകത്ത് ഏതാ വരുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതണം. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കൃത്യമായിട്ട് 2 കാര്യങ്ങളും പഠിച്ചു വെക്കണം. ഓക്കെ, 3ാമത്തത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതുപോലെ തന്നെ 6 സ്റ്റേജ്, ഇപ്പോ തേർഡ് സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞത്, അങ്ങനെ 6 സ്റ്റേജും കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെക്കാം. ഓക്കെ, ചോദിക്കാറുണ്ട് 4ാമത്തെ സ്റ്റേജ് എന്താണ്, 5ാമത്തെ സ്റ്റേജ് എന്താണ്, 6ാമത്തെ സ്റ്റേജ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ സ്റ്റേജും കറക്റ്റ് ആയിട്ട് ഓരോ ഏത് സ്റ്റേജ് ആണെന്നുള്ളത് പഠിച്ചു വെക്കണം ഓർഡറിൽ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ സ്റ്റേജ് ആണ്, 4th സ്റ്റേജ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. നമുക്ക് എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ബാരിയർ. നമ്മൾ ആദ്യം ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ എവിടേക്കാണ് നമുക്ക് തടസ്സങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ. ഫിയർ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ മൊറേൽ, പുവർ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മളെ ബാരിയേഴ്സ്, തടസ്സങ്ങളായിട്ട് പറയുന്നത്. ചിലപ്പോൾ പേടി ഉണ്ടാവാം, അതുപോലെ തന്നെ മനസ്സിലാകാത്ത ഒരു അവസ്ഥ, അതുപോലെ തന്നെ മൊറേൽ എന്ന് പറഞ്ഞാല് ഈ മനോവീര്യം, അതായത് ഇപ്പോ ചില കാര്യങ്ങളിൽ ഇപ്പോ എന്താ പറയാ കോൺഫിഡൻസ് ഇല്ലായ്മ, അതുപോലെ തന്നെ മോട്ടിവേഷൻ ഇല്ലായ്മ, അത്തരത്തിലുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ പുവർ കമ്മ്യൂണിക്കേഷൻ, കറക്റ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഇതൊക്കെ എന്താണ് ഈ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോ രോഗികൾക്ക് കെയർ കൊടുക്കാനായിട്ടുള്ള തടസ്സങ്ങളാണ് അല്ലെ. ഇപ്പൊ ഡോക്ടറും നഴ്സുമാരും തമ്മിലും കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ, ആ രോഗിക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കെയർ കിട്ടോ ഇല്ല അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ബാരിയർ എവിടെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം.
പേടിയാണോ? ചിലപ്പോൾ ചില ഡോക്ടേഴ്സിനായാലും ചില നഴ്സുമാർക്കായാലും കെയർ കൊടുക്കാനായിട്ട് ഭയം ഉണ്ടാവും, അവർക്ക് കറക്റ്റ് ആയിട്ട് ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ടൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള പേടികള്, മനസ്സിലാവാത്തൊരവസ്ഥ, മനോവീര്യമില്ലാത്തൊരവസ്ഥ, കോൺഫിഡൻസ് ലെവൽ കുറയുക, മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് എന്താണ് ലോ മൊറയിൽ വരുന്നത്. അതുപോലെ തന്നെ പുവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി ബരിയർ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം എന്താണ് ചേഞ്ച് ബൈ റിമൂവ് ബരിയേഴ്സ്. ആ ബരിയേഴ്സ്, തടസ്സങ്ങള്, നമ്മളുടെ ആ തടസ്സങ്ങള് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്രൂവ്മെന്റ്സുകൾ വരുത്താനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ നമ്മളായാലും നമ്മളിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ നമ്മള് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാകണം. എന്നാലും നമുക്കൊരു മാറ്റം പിന്നീട്, അല്ലെങ്കിൽ പുതിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാവുള്ളൂ ഇല്ലേ. പേടി വെച്ചിരുന്നാൽ എന്താണ്, അയ്യോ എനിക്ക് പേടിയാണ്, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അല്ല, പേടിയുണ്ട് പക്ഷെ അതിനെ മാറ്റണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇപ്പോ ഒരു പ്രസംഗം പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയാം, അല്ലെങ്കിൽ ഒരു കവിത പാടാം, ഇതൊക്കെ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ എന്ത് നമുക്ക് തന്നെ മാറ്റങ്ങൾ വരും അല്ലെ. ഇല്ലേ, അതാണ് അതിൽ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി എന്താ സ്റ്റേജ് 5, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്. ഇനി എന്താണ് ഇംപ്രൂവ്മെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. അതായത് ഒരു ഡാറ്റ നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട്, രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. ഇനി എന്താണ് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്ക് ഓടിച്ചെന്നത് അതിനകത്ത് മാറ്റങ്ങൾ പെട്ടെന്ന് വരുത്താൻ പറ്റില്ല. അത് ഒബ്സർവ് ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒബ്സർവ് ചെയ്ത് പതുക്കെ പതുക്കെ അത് ഒബ്സർവ് ചെയ്ത് അത് കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് സ്റ്റേജിൽ വരുന്നത്, റീ ഓഡിറ്റ് ആണ്. അത് വീണ്ടും റീ ഓഡിറ്റ് നടത്തണം. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഒരു എക്സാം ജസ്റ്റ് ഒരു മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കാം, ബാക്കി എല്ലാത്തിനും ഫുൾ ഉണ്ട്, മാർക്ക് കുറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും, അയ്യോ മാർക്ക് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞ കരഞ്ഞുകൊണ്ടിരിക്കോ? അല്ലെങ്കിൽ ഒരു എക്സാമിന് ഫെയിലായി, ബാക്കി എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ട്, ഇതിന് മാത്രം ഫെയിൽ ആയി കഴിഞ്ഞാല് അയ്യോ ഞാൻ പൊട്ടി എന്ന് പറഞ്ഞിരിക്കോ? എന്താ ചെയ്യാ? നിങ്ങൾ എന്ത് ചെയ്യും, റീവാലുവേഷന് കൊടുക്കും. അല്ലെങ്കിൽ എന്താ ചെയ്യാ, എക്സാം ഇപ്പൊ ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി നിങ്ങള് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളും പഠിച്ച് സെയിം എക്സാം എഴുതും അല്ലെ, നല്ല മാർക്ക് കൂടി പാസ്സാവും അല്ലെ. റീ ഓഡിറ്റ് നമ്മൾ നടത്തി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ്മെന്റ് പിന്നെയും വരുത്തേണ്ടതായിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീ ഓഡിറ്റ് നടത്തണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ റീ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ നമ്മള് എവിടെയാണോ ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീ ഓഡിറ്റിലൂടെ ഇംപ്രൂവ്മെന്റ്സ് വരുത്താനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, അത് നമ്മൾ മോണിറ്റർ ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. വീണ്ടും റീ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും റീ ഓഡിറ്റ് നടത്തേണ്ടതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ലാസ്റ്റ് സ്റ്റേജ് റീ ഓഡിറ്റ്. എന്താണ് റീ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? 2-3 കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. റിവ്യൂ എവിഡൻസ്. നമ്മള് റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യാം. നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, ഓഡിറ്റ് നമ്മൾ ചെയ്തു, പിന്നെയും എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ റീ ഓഡിറ്റ് ചെയ്യണം. അങ്ങനെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുന്നു. എവിടെയെങ്കിലുമൊക്കെ പാകപ്പിഴകൾ കണ്ടെത്തി കഴിഞ്ഞാൽ റീ ഓഡിറ്റ് നടത്താനായിട്ട് എവിഡൻസ്, തെളിവുകൾ കണ്ടെത്താം, അല്ലെങ്കിൽ ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് മെഷർ ഇഫക്റ്റീവ്നെസ്. അതിന് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് നോക്കി. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ആദ്യം ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തു, അത് നമ്മൾ നോക്കി. ഇനി ഇത് കറക്റ്റ് ആണോ, നമ്മൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യാം. അതാണ് മെഷർ ഇഫക്റ്റീവ്നെസ്. അതിന്റെ ഫലപ്രാപ്തി, നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു.
ഇനി എന്താ ഡിസൈഡ് ഹൗ ഓപ്റ്റൺ ടു റീഓർഡർ. ഇനി എന്താണ് അവിടെ പറയുന്നത്? സോഴ്സുകൾ വെച്ച് എവിഡൻസ് കളക്ട് ചെയ്ത് എത്രമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം. നീ നോക്കി അതിലും തെറ്റ് വന്നാല് വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? എന്ത് ചെയ്യണം? പിന്നെയും അതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? മനസ്സിലായോ നോക്കട്ടെ. നമ്മൾ സോഴ്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, അതിൽ എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കി ഇല്ലേ? രണ്ടാമത് പറഞ്ഞത്. ഓക്കെ. വീണ്ടും തെറ്റ് വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? റീഓഡിറ്റ് നമ്മൾ പിന്നെയും ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അതിന് പോയിന്റ് കിട്ടിയോന്ന് അറിയാൻ ചോദിച്ചതാണ് ഞാൻ. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോ ഓക്കെ. എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? ഇപ്പൊ എന്താണ് നമ്മള് ഇപ്പോ എന്താ പറഞ്ഞത്? റീഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ്. റിവ്യൂ എവിഡൻസ് എന്ന് പറഞ്ഞാല് റീഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിഡൻസുകൾ, ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്തു, അതിന് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ എന്താണ് സോഴ്സുകൾ വെച്ചൊക്കെയാണ് എവിഡൻസുകൾ കളക്ട് ചെയ്തത് അല്ലെ? ആ എവിഡൻസ് കളക്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോ നമ്മൾ നോക്കി ലാസ്റ്റ് വരെ എത്തിയപ്പോ എന്താണ് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ തെറ്റുകളോ ഉണ്ടെന്നുള്ളത് കണ്ടെത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ റീഓഡിറ്റ് നടത്തണം. ഓക്കെ. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഓൺ ഗോയിങ് പ്രോസസ് മോണിറ്ററിങ്. നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്ലെ ഓൺഗോയിങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിൽ തെറ്റുണ്ടോ, നമ്മൾ റീഓഡിറ്റ് പിന്നെയും ചെയ്യേണ്ടതുണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണോ നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പിന്നെയും നമ്മൾ റീഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ഓക്കെ, അതാണ് നമ്മൾ ഓൺഗോയിങ് ആയിട്ട് ഈ പ്രോസസ്സിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കാം. ക്ലിയർ ആയോ? അതിൽ വരുന്ന കാര്യങ്ങളാണ് റീഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് 4 കാര്യങ്ങൾ. റിവ്യൂ എവിഡൻസ്, മെഷർ ഇഫക്റ്റീവ്നെസ്, ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീഓഡിറ്റ്, ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി 6 കാര്യങ്ങൾ. ക്ലിയർ ആണോ? 6 സ്റ്റേജ് വരെയും ഓക്കെ ആണോ? ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. 10:40 ആകുമ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. 10:40 ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പറയൂ സ്നേഹ. ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ അതല്ല ഞാൻ പറഞ്ഞത്. 6 സ്റ്റേജും കറക്റ്റ് ആയിട്ട് പഠിക്കാം. റീഓഡിറ്റ് വരെ മോഡലിൽ പഠിക്കാം. 6ാമത്തെ സ്റ്റേജ് എന്താണ്, 4ാമത്തെ സ്റ്റേജ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, ഇനിയിപ്പോ റീഓഡിറ്റില് ഏതൊക്കെയാണ് പോയിന്റ്സ് വരുന്നത് എന്നുള്ളതും ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ച് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, അത്ര അധികം ചോദിച്ചിട്ടില്ല. എപ്പോഴും ചോദിക്കുന്നത് ഇങ്ങനെ സ്റ്റേജ്, 6ാമത്തെ സ്റ്റേജ് എന്താണ്, 5ാമത്തെ സ്റ്റേജ് എന്താണ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസുകൾ ഐഡന്റിഫൈ ചെയ്യാം എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടത് 6 സ്റ്റേജും മറ്റേ സബ് പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാരും വന്നോ? ഫ്രഷ് ആയോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. നമ്മൾ നേരത്തെ 2 ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഓർമ്മയുണ്ട? ക്ലിനിക്കൽ ഓഡിറ്റിന്റെ 2 ടൈപ്സ് ഓർക്കുന്നുണ്ടോ? ആ, ഏതൊക്കെയാണ് റിന്യൂ എന്ന് പറഞ്ഞേ? ഓർമ്മയുണ്ടോ നോക്കട്ടെ, മിസ് നേരത്തെ പഠിപ്പിച്ചതല്ലേ. ഏതായിരുന്നു 2 ടൈപ്പ്? ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. ഏതായിരുന്നു? ആ, കൺകറന്റും പിന്നെ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള 2 എന്തെന്ന് പറയുന്നത് ടൈപ്സ്. ഇനി അതിലൂടെ ഈ ടൈപ്സും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇതും എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് ആണ്. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റേ വ്യൂ ഉണ്ട്, ഡിസീസ് ഓഡിറ്റ് ഉണ്ട്, ഒബ്സ്റ്ററ്റിക് കേസ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, നഴ്സിംഗ് ഓഡിറ്റ് ഉണ്ട്, ഡെത്ത് ഓഡിറ്റ് ഉണ്ട്. ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ മീനിങ് എന്തായിരുന്നു? സ്ഥിതി വിവര കണക്കുകൾ ഇല്ലേ? ഉണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? ആ, ഓക്കെ. അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതി വിവര കണക്കുകളുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് ആണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്റേ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റേ എടുക്കുന്ന സ്ഥലം അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും എക്സ്റേയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എക്സ്റേ വ്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡിസീസ് ഓഡിറ്റ്. ഡിസീസസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രോഗങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പം എന്തൊക്കെ രോഗങ്ങളാണ് എന്തൊക്കെ രോഗങ്ങളായാണ് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്, ഏതൊക്കെ ഡിസീസസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ് എന്ത്? ഡിസീസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒബ്സ്റ്റട്രിക് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒബ്സ്റ്റട്രിക് കേസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? വെരി ഗുഡ്, പ്രഗ്നന്റ് അല്ലെ. പ്രഗ്നൻസി അല്ലെങ്കിൽ ഗൈനോക്കോളജി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോക്കാം, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈനൽ ഇവാലുവേഷൻ ആണ് എന്ത്? ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ് നഴ്സിംഗ് ഓഡിറ്റ്. രോഗികൾക്ക് എത്തരത്തിലുള്ള പരിചരണമാണ് നഴ്സുമാർ കൊടുക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത്? നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡെത്ത് ഓഡിറ്റ്. ഡെത്ത് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലില് മരിച്ച രോഗികൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രോഗികൾ മരണമടഞ്ഞത്, അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫൈനൽ ഇവാലുവേഷൻ ആണ് ഡെത്ത് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് എന്നുള്ളത് ഓർത്ത് വെക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റേ വ്യൂ ഉണ്ട്, ഡിസീസ് ഓഡിറ്റ് ഉണ്ട്, ഒബ്സ്റ്റട്രിക് കേസ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, നഴ്സിംഗ് ഓഡിറ്റ് ഉണ്ട്, ഡെത്ത് ഓഡിറ്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. അപ്പൊ എന്താണ്, നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഓഡിറ്റ് നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. എന്താണ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് വർക്കേഴ്സിന് നല്ലൊരു ക്ലിനിക്കൽ കെയർ ഇതൊക്കെ കൊടുക്കാനായിട്ട് എന്ത് വേണം, നല്ലൊരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണമെന്നാ പറയുന്നത്, ഒരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗി പരിചരണം നല്ല രീതിയിൽ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഇനി അല്ലാത്ത പക്ഷം ഇപ്പോ എന്താ അവിടേക്ക് വരാൻ തന്നെ തോന്നില്ല, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് വളരെ രൂക്ഷമായിട്ടാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ തന്നെ നമുക്ക് പറ്റില്ല അല്ലെ, തോന്നില്ല, എപ്പോഴും നമുക്കൊരു മടുപ്പായിരിക്കും അല്ലെ. പക്ഷെ നല്ലൊരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റാഫിനും, നഴ്സുമാർക്ക് മാത്രമല്ല മറ്റു പല സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, ആ സ്റ്റാഫുകൾക്ക് അവിടേക്ക് വരാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഏതൊരു വർക്കും അവരെ ഏൽപ്പിക്കുന്ന ഏതൊരു വർക്ക് ചെയ്യാനായിട്ട് വളരെ താല്പര്യത്തോടു കൂടി അവർ ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ളൊരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ഹോസ്പിറ്റലുകളിലെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ്, ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. അതുപോലെ തന്നെ എന്താണ്, എല്ലാത്തരം പ്രവർത്തനം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാം അല്ലെ. അവർക്ക് ഓരോരുത്തർക്കും എന്ത് കൊടുക്കണം, റിസോഴ്സസുകളായാലും ഫെസിലിറ്റീസ് ആയാലും മെറ്റീരിയൽസ് നല്ല രീതിയിൽ സ്മൂത്ത് സപ്ലൈ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് പേഷ്യൻസിനെ കൊടുക്കാൻ പറ്റും അല്ലെ. സ്റ്റാഫുകളുടെ കുറവാണെങ്കിൽ സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻസിന്റെ കുറവാണെങ്കിൽ മെഷീൻസ് വാങ്ങിക്കാം. അത്തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഓരോ അവിടെ വരുന്ന പേഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് എന്താണ് നല്ല രീതിയിൽ കിട്ടും. നമുക്ക് ഫീഡ്ബാക്ക് നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടേഴ്സ് ആണെന്നുള്ളതൊക്കെ കിട്ടും അല്ലെ. അത്തരത്തിൽ നമ്മുടെ ഹോസ്പിറ്റൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സമൂഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, ടു മോട്ടിവേറ്റ് ടു എനേബിൾ ദ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് ടു വർക്ക് ഇൻതൂസിയാസ്റ്റിക്കലി. അതായത് ഈ എന്താണ് അവിടെ എന്താണ് മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട്, അതായത് നഴ്സുമാര്, ഡോക്ടേഴ്സ്, ഇതൊക്കെയാണ് മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്റ്റാഫുകൾക്ക് മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്സാഹത്തോടു കൂടി, ഇൻതൂസിയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഉത്സാഹത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മളായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കമ്പനിയിൽ ജോലി കയറി, ഒരു ഹോസ്പിറ്റലായാലും ജോലി കയറി, നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മാനേജ്മെന്റ് ആയാലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയാലും നല്ല മോട്ടിവേഷൻ ആണെങ്കിൽ നമുക്ക് തരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ തരുന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടായാലും ഒരു ഉത്സാഹം ഉണ്ടാവും. ഏത് ഡ്യൂട്ടി തന്നു കഴിഞ്ഞാലും അത് കറക്റ്റ് ടൈമിൽ ചെയ്തു തീർക്കാനായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താ, ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ് ഗ്രീവൻസസ് ബൈ ഗ്രീവൻസസ് റിസൾട്ട് കമ്മിറ്റി. അതുപോലെ തന്നെ പേഷ്യൻസിന്, അവിടെ വരുന്ന പേഷ്യൻസിനാവാം ഇത്തരത്തിലുള്ള ഈ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള കംപ്ലൈന്റ്സ് ഒക്കെ വരാം. ഡോക്ടർ പരിചരിക്കുന്ന രീതിയാവാം, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസിന്റെ കുറവാവാം, അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള പല രീതിയിലുള്ള കംപ്ലൈന്റ്സ് നമ്മൾ കേൾക്കാറുണ്ട് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ. അപ്പൊ അത്തരത്തിലുള്ള കംപ്ലൈന്റ്സ് രോഗികൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയിട്ട് അത് തീർപ്പാക്കാൻ നമുക്ക് പറ്റും, ഗ്രീവൻസസ് റിസൾട്ട് കമ്മിറ്റിയുടെ പരാതി പരിഭവം നമുക്ക് തീർക്കാനായിട്ട് അല്ലെ. അവര് കംപ്ലൈന്റ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് ഒത്തുതീർപ്പാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി. അപ്പൊ അത്തരത്തിലുള്ള കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർപ്പാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ കറക്റ്റ് ആയിട്ട് അവർ നോക്കി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കംപ്ലൈന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്തി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും എന്താണ്, മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അവർക്ക് മോട്ടിവേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താം ആര്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ.
ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് ഓർ പ്രസ് നോട്ട്സ്. നിങ്ങളിപ്പോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ പല സമൂഹത്തിൽ നല്ല രീതിയിൽ പോകുന്ന പല ഓർഗനൈസേഷൻസിനും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു തിരിച്ചടികൾ സംഭവിക്കാറുണ്ട്. ഈ എന്താ പറയാ, ചിലവരൊക്കെ ആ ഓർഗനൈസേഷനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ എന്താ പറയാ, ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാറുണ്ട് ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രസ് മീറ്റ്സ് വെക്കാറുണ്ട് ഇല്ലേ? മീഡിയക്കാരെ വെച്ചിട്ട് ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരുടേതായിട്ടുള്ള എന്താണ് സാഹചര്യം അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ എന്നുള്ളത് അവർ പറയാറുണ്ട് അല്ലെ. ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രസ് മീറ്റ്സ് വെച്ച് മീഡിയക്കാരോട് അവർ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ തെറ്റിദ്ധാരണകളോ അതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിനെ കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രസ് മീറ്റ്സുകൾ വെച്ച് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവരോട് തുറന്നു പറയാം അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അത് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കേണ്ടതാണ്. ഇനി എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. ഗ്രേ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരനിറത്തിലുള്ള പ്രദേശങ്ങൾ. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഓരോ ഹോസ്പിറ്റലിലും പ്രധാനമായിട്ട് വേണ്ട ഒന്ന് അല്ലെ. അപ്പൊ അത്തരത്തില് അത് കൂട്ടാൻ വേണ്ടിയിട്ട്, സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന് അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങള് കുറച്ചുകൊണ്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ എന്താണ്, പേഷ്യൻസ് എപ്പോഴും ഹാപ്പി ആയിരിക്കും. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കായാലും എന്താണ്, നമുക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ കമ്പനി ചെയ്തു തന്നാലും നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവര് ഹോസ്പിറ്റലിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്താണ്, ഹാപ്പിയോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ വിട്ടു പോകാനായിട്ട് ഇടവരും. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുകയും അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഇമേജ്, ഹോസ്പിറ്റൽ ഇമേജ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലുകാർ ചെയ്യേണ്ടത് എന്താണ്? അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ള, പേഷ്യൻസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങള് കൂട്ടിക്കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അഡ്മിനിസ്ട്രേഷൻ ഏരിയ നോക്കേണ്ടതാണ്. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ച് ആസ് സജസ്റ്റഡ്. അതായത് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിറ്റ് ഇന്റർവ്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ പല ഈ സബ്ജക്റ്റിലൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോ എന്തോ, എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? നെക്സ്റ്റ് ഉണ്ട്, എന്ത് എക്സിറ്റ് ഇന്റർവ്യൂ? റിസൈൻ ചെയ്ത് പോകുന്നത്. അതായത് ഇപ്പൊ ചില സ്റ്റാഫുകള് അവർക്ക് സ്വയമായിട്ട് അവര് റിസൈൻ ചെയ്തു പോകും. നമ്മളിപ്പോ കമ്പനി വിടാതെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കാതെ തന്നെ അവര് സ്വയമായിട്ട് റിസൈൻ ചെയ്തു പോകാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ റിസൈൻ ചെയ്ത് പോകാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാല് കമ്പനിക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുമായിട്ടൊരു ഇന്റർവ്യൂ വെക്കും. അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്. എന്തായിരിക്കാം? അപ്പോ കമ്പനിക്കാർ, ഇപ്പൊ മാനേജ്മെന്റും ആ എക്സിറ്റ് ഇപ്പോ കമ്പനിയിൽ നിന്ന് പോകാൻ തീരുമാനിച്ച എംപ്ലോയീസും തമ്മിൽ ഒരു മീറ്റിംഗ് വെക്കും. അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ. അവര് സംസാരിക്കും അല്ലെ, എന്തുകൊണ്ടാണ് നിങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചത്? ഒരു ചർച്ച നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ചർച്ച വെക്കുമ്പോ ഇവര് പറയും, ചിലപ്പോ എനിക്ക് എന്താണ്, പ്രമോഷൻ കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സാലറിയുടെ കുറവ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഇല്ലാത്തതിന്റെ കുറവ്, അല്ലെങ്കിൽ ബോണസ് തരാത്ത കുറവ് അല്ലെ. സാലറിയുടെ പ്രശ്നമായിരിക്കാം മെയിൻ ആയിട്ടും ആളുകൾ എന്താണ് ഓർഗനൈസേഷൻ വിട്ടു പോകുന്നത് അല്ലെ. അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, സ്ട്രെസ്സും കാര്യങ്ങളുള്ള ജോലികളായിരിക്കാം, ഒരുപാട് അവര് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് അവർക്ക് ശമ്പളം കിട്ടാത്തൊരവസ്ഥ ഒക്കെ വരുമ്പോ ബുദ്ധിമുട്ടാണ് അവിടെ നിലനിന്ന് പോകാനായിട്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? സ്വയം റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിക്കും. അതായിരിക്കാം റീസൺസ്. അങ്ങനെ പല റീസൺസ് ഉണ്ടാവാം. അങ്ങനെ റീസൺസ് മാനേജ്മെന്റിന്റെ മുൻപിൽ നമ്മൾ പറയുമ്പോൾ ഈ മാനേജ്മെന്റ് പറയും, എന്താണ്, സാലറി കൂട്ടിത്തരാം, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, അങ്ങനെയാണെങ്കിൽ സാലറി കൂട്ടിത്തരാം, അല്ലെങ്കിൽ പ്രമോഷൻ തരാം, ട്രാൻസ്ഫർ തരാം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോ എന്താണ്, ഈ റിസൈൻ ചെയ്തു പോകുന്ന
എംപ്ലോയീസ് എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല സ്കില്ലുള്ള ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് ആയിരിക്കും. അപ്പൊ അവരുടെ ഓർഗനൈസേഷൻ എന്താണ്, അതൊരു അസറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ അല്ലെ, അത്തരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കും. അപ്പൊ എന്താണ്, സാലറി കൂട്ടിത്തരാന്ന് പറയും, ഇത്ര പെർസെന്റേജ് ഓഫ് സാലറി കൂട്ടാം, അല്ലെങ്കിൽ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവര് പറയും. ഓക്കെ, അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങള് പറഞ്ഞുകൊണ്ട് അവരെ നിലനിർത്തി ഇവിടെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നതാണ് എക്സിറ്റ് ഇന്റർവ്യൂ. മനസ്സിലായോ? ഈ നെക്സ്റ്റ് എന്താണ്, ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. അതായത് എന്താണ്, ഈ ഹോസ്പിറ്റലിന്റെ പോളിസീസ് ആയാലും ഒബ്ജക്റ്റീവ്സ് ആയാലും രൂപപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവരാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെ, റിട്ടേൺ ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റും ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്യുന്നത് ആരാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ അതും ട്രെയിൻ ചെയ്യേണ്ടത് ആരാണ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയന്റെ റോളാണ്. ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ മസ്റ്റ് ബി എൻഷുർ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു കഴിഞ്ഞവര് അഡ്വാൻറ്റേജസ് വായിക്കാം കേട്ടോ. ഓക്കെ, നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. എന്തൊക്കെയായിരിക്കാം ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്ന് പറയുന്നത്? ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. എന്താണ്, ഇപ്പൊ ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്ക് പേഷ്യൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റാഫിനെ കുറിച്ചാവാം, പേഷ്യൻസിന്റെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞോളൂ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് ആസ്പദമാക്കിയിട്ട് ഓഡിറ്റ് നടത്താം. ചിലപ്പോൾ പേഷ്യൻസിന്റെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്ത് ഓഡിറ്റ് നടത്താം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ്, കുറെ കാര്യങ്ങള് പേഷ്യൻസിനെ കുറിച്ചായാലും സ്റ്റാഫിനെ കുറിച്ചായാലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. എന്താണ്, ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലിനിക് എന്താണ്, ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണെന്ന് പറയാൻ പറ്റും അല്ലെ. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ഇനി എന്താണ്, പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ പറഞ്ഞു ഓഡിറ്റ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് അല്ലെ.
ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആയാലും നോൺ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആയാലും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്താണ് ഇപ്പോ ഭാവിയിലേക്ക് നമ്മൾ പൈ ഓഡിറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാവിയിലേക്ക് ഇങ്ങനെ പീരിയോഡിക്കൽ ആയിട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഭാവിയിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ നഷ്ടത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റോ, ലോസ് ആണോ ഉണ്ടാകുന്നത്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ് റിസോഴ്സസ്, റിസോഴ്സ് ഇഫക്റ്റീവ്നെസ്, അതായത് അവിടെ പറയുന്നത് വിഭവങ്ങളെ നമുക്ക് ഫലപ്രദമായിട്ട് യൂസ് ചെയ്ത് നമുക്ക് ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. റൈസ് സ്റ്റാൻഡേർഡ്സ്, ഓക്കെ, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ്സ് ഉയരാനായിട്ട് നമുക്കറിയാം ഓഡിറ്റ് ചെയ്യുന്നത് വഴി എവിടേക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തുകയാണെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒരു ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, ഇതാണ് റൈസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി പ്രൊമോട്ട്സ് ചേഞ്ച്, അതായത് എന്താണ് ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ പോരായ്മകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അത് നമുക്ക് ചേഞ്ചുകൾ വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് പ്രൊമോട്ട് ചേഞ്ച്. ഇനി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, അതായത് നമുക്ക് ഇൻഫർമേഷൻസ് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ഓഡിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഓരോ കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഫോർമേഷൻസ് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോ. പിന്നെന്താ പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മള് അതായത് പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല് ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. നമ്മളെല്ലാവരും ഹോസ്പിറ്റലിലെ എന്താണ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ എല്ലാ സ്റ്റാഫുകളും കോപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ ഓഡിറ്റ് നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്താ ഡോക്ടേഴ്സ് മാറുന്നു, സ്റ്റാഫുകൾ മാറുന്നു, അവരുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ഓഡിറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് ഒരു എന്താണ് ഒരു മനസ്സോടെ അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതൊരു സക്സസിലേക്ക് നയിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് എന്താണ് ഇൻവോൾവ് പേഷ്യൻസ്. നമുക്കറിയാം ഏറ്റവും ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന നിലയിൽ നമുക്ക് പേഷ്യൻസിനെ പറയാൻ പറ്റും അല്ലെ. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, അതുപോലെ അവരുടെ രജിസ്റ്റർ കാര്യങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇൻഫർമേഷൻസും ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. അത് വിജയകരമായിട്ട് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ. പേഷ്യൻസ് ആണ് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ്, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലെ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ്, റിസോഴ്സ് ഇഫക്റ്റീവ്നെസ്, റൈസ് സ്റ്റാൻഡേർഡ്സ്, പ്രൊമോട്ട് ചേഞ്ച്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, പിയർ ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്, ലാസ്റ്റ് വൺ ഇൻവോൾവ് പേഷ്യന്റ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. ഓക്കെ, മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയത്. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്, ടൈപ്സ് കാര്യങ്ങളൊക്കെ. ഇനി പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ് ആണ് പറയുന്നത്. ഹെഡിന് കൃത്യമായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്, അതായത് പ്രോബ്ലംസ് ആണല്ലേ നമ്മൾ പറയുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗികളുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന റെക്കോർഡ്സ് ആണ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഈ റെക്കോർഡ്സ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുമോ ഓഡിറ്റ് നടത്താനായിട്ട്? ഇല്ല. കറക്റ്റ് ആയിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്ത് കറക്റ്റ് ആയി പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ്
നമുക്ക് ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. കറക്റ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഓർഗനൈസ് ചെയ്യാത്തത്, കൃത്യമായിട്ട് ക്രമപ്പെടുത്താത്തത് മൂലം ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നില്ല. അതാണ് ഒരു പ്രോബ്ലം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റെനൻസ് അല്ലെ. അതും സെയിം തന്നെയാണ്. അതിന്റെ കൺസെപ്റ്റ് വരുന്നത് എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടില്ല. അതായത് പുവർ ക്വാളിറ്റി, താഴ്ന്ന നിലവാരത്തിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ, അതായത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അതും രണ്ടാമത്തെ പ്രോബ്ലം ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫിയർ ഓഫ് അറ്റൻഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, അവർക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അവർക്ക് മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താണ്, ഈ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള സ്റ്റാഫുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാത്തത് മൂലം, ലാക്ക് ഓഫ് മോട്ടിവേഷൻ മൂലം അവർക്ക് എന്താണ് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മളിപ്പോ ജോലി ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മള് ഒരു കമ്പനിയിൽ കയറി ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഏത് ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെ. അവരോട് ചോദിച്ച് മനസ്സിലാക്കാം, അവർ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ എന്താണ്, അതൊക്കെ ഒരു മോട്ടിവേഷൻ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇടവരും അല്ലെ. പക്ഷെ ഇത്തരത്തില് മോട്ടിവേഷൻ ഇല്ലെങ്കിലോ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, ആരോട് ചോദിക്കാനായിട്ടാണ് അല്ലെ. ആരോടും ചോദിക്കാനില്ല, നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവില്ല. അതുപോലെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, ഇതൊന്നും നമുക്ക് അറിയില്ല അല്ലെ. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വരുന്നത്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇല്ലാത്തത് മൂലം കറക്റ്റ് ആയിട്ട് അവർക്ക് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല മെഡിക്കൽ റെക്കോർഡ്സുകൾ. ഇനി എന്താണ്, ഇഗ്നോറൻസ് ഓഫ് എ വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റർ ബൈ ഹോസ്പിറ്റൽസ്. അതായത് ചില ഹോസ്പിറ്റലുകൾക്ക് അറിയാൻ പാടില്ലാത്തത് എന്താണെന്ന് വെച്ചാല് ഈ മെഡിക്കൽ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയാൻ പാടില്ല. അപ്പൊ അതും ഒരു പ്രോബ്ലമാണ്. അപ്പൊ എന്താണ്, ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റ് നടത്താനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അത്തരത്തില് അവർക്ക് ഒരു അറിവില്ലായ്മ, ചില ഹോസ്പിറ്റലുകൾക്ക് അറിവില്ലായ്മയും എന്താണ് ഒരു പ്രോബ്ലം, മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കാനായിട്ടുള്ള അറിവില്ലായ്മയും ഒരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഇനി എന്താ, സപ്രഷൻ ഓഫ് ഫാക്ട്സ്, റോങ് റിപ്പോർട്ടിംഗ്. ചില കാര്യങ്ങൾ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതില്ല, ചില ശരിയായ കാര്യങ്ങൾ എഴുതാതെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം, ഈ എക്സാം നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എക്സാം എഴുതാറുണ്ട് അല്ലെ. എക്സാം എഴുതുമ്പോൾ കുറെ പേജുകൾ എഴുതും, ചിലപ്പോൾ എസ്സേയും കാര്യങ്ങളൊക്കെ എഴുതും. പക്ഷെ അത്രയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടില്ല. എന്താണ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ കുറെ നമ്മൾ എഴുതും, എന്താ പറയാ, കുറെ നമ്മൾ എഴുതാറുണ്ട് ഇല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ടീച്ചർ പറയാറുണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അതിനകത്ത് ഇല്ല എന്നുള്ളത് അല്ലെ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ശരിയായത് എഴുതിയിട്ടുമില്ല, തെറ്റായത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെക്കുകയും ചെയ്താല് അതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടോ, ഇല്ല. ശരിയായത് എഴുതിയിട്ടുമില്ല, തെറ്റായത് എഴുതി ചേർത്ത് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അതും എന്താണ് പ്രോബ്ലംസ് ആണ് മെഡിക്കൽ ഓഡിറ്റിന്റെ. അയച്ചു നോക്കിയേ, ജസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി ഉള്ളു, ജസ്റ്റ് അതും കൂടി പറയാം നമുക്ക്. കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കണ്ടന്റ്സ് ആണ്? നമ്മളിപ്പോ പ്രൊജക്ട് ആയാലും സെമിനാർസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളില്ലേ, ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവാം, പ്രൊജക്ട് ചെയ്താൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് മെത്തഡോളജി, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഇല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട കണ്ടന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം അല്ലെ. ലിറ്ററേച്ചർ റിവ്യൂ, അതായത് അതിൽ എന്താണോ അടങ്ങിയിരിക്കുന്നത് അതിന്റെ ഒരു റിവ്യൂ. നമുക്കിപ്പോ സിനിമ ഒക്കെ കണ്ടിട്ട് നമ്മള് ചില ആൾക്കാർ ഇപ്പൊ യൂട്യൂബിലൊക്കെ റിവ്യൂ ചെയ്യാറുണ്ട്. അതിന്റെ ഒരു റിവ്യൂ എന്താണ്, അതിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ സാരം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, വീഡിയോ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ, എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നത് ആണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ. ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഇത് മാനദണ്ഡമാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെത്തേഡ്, പല മെത്തേഡുകളും നമുക്ക് യൂസ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം. അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ.
ഓക്കെ ഓർ പ്രോട്ടോകോൾ യൂസ്ഡ് മെത്തേഡ്സ് ഏതൊക്കെയാണുള്ളത്. ഇനി അതിന്റെ റിസൾട്ട് ഓഡിറ്റ് നമ്മൾ ചെയ്യുന്നത് മൂലം അതിന്റെ റിസൾട്ട് എന്താണ് ഉണ്ടായിട്ടുള്ളത്, എന്ത് റിസൾട്ട് നമുക്ക് കിട്ടി എന്നുള്ളത്. ഇനി റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ച്, ഇനി എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ അതും ശുപാർശ ചെയ്യാവുന്നതാണ്. ഈ റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റ്, ഇനി ഓഡിറ്റ് നമുക്ക് തയ്യാറാക്കുന്നതിന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളതും എന്താണ് നമുക്ക് ശുപാർശ ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നത്. അതും ചോദിക്കാറുണ്ട്, അതും ഓർത്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് കണ്ടന്റ്സ് എന്നത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നയൻത് ചാപ്റ്റർ ആണ് മിസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. നയൻത് ചാപ്റ്റർ മാർക്കറ്റിംഗ്. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിച്ചാ? ഉണ്ട്. അധികം എടുക്കില്ല, കുറച്ചെടുക്കുള്ളൂ. എനിക്കും ബോറടിച്ചു. അയ്യോ, പഠിക്കാൻ എന്താ മടിയല്ലേ? പഠിച്ചല്ലോ പോളൂ. പോർഷൻസ് എടുത്ത് തീർക്കണ്ടേ? ആകെ 3 മിസ്സുമാരുണ്ട്. പോർഷൻസ് എടുത്ത് തീർക്കാൻ വേണമല്ലേ ഞങ്ങൾക്ക്? നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കേട്ടാൽ മതിയല്ലോ അല്ലെ? ഓഡിറ്റ് ബോറാണോ? ഓക്കെ, അതിനും വലുത് ബോറാണ് മാർക്കറ്റിംഗ്. അപ്പൊ എന്ത് ചെയ്യും? ഓക്കെ ഓക്കെ, മാർക്കറ്റിംഗ് കുഴപ്പമില്ല കേട്ടോ. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അവർക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. ബാക്കിയുള്ളവരെ വേണം പഠിപ്പിച്ചെടുക്കാൻ അല്ലെ, ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞ്. സ്നേഹം കുഴപ്പമില്ല, കൊമേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്കൊക്കെ വരുമ്പോ ഭയങ്കര ബോറാണ് കേട്ടോ. പറഞ്ഞു പെട്ടെന്ന് കഴിയും. 2-2.5 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ് മതിയാവും. ഓക്കെ, എനിക്കും ബോറടിച്ചു തുടങ്ങി 2 അവർ എടുത്തിട്ടല്ലേ. എന്ത് ചെയ്യാനാണ്, പോർഷൻസ് തീർക്കണ്ടേ?
അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ എങ്ങനെയായിരുന്നു ബുദ്ധിമുട്ടണം. നിങ്ങൾ ക്ലാസ് കഴിക്കാൻ വേണം, ഞാനിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെക്കേണ്ടതായിട്ട് വരും. ഇംഗ്ലീഷ് അവർക്ക് വാങ്ങിച്ച് ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോ പെട്ടെന്നൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞാല്, പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞാല് നമ്മൾ തന്നെ വായി വലിച്ചെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ടൈം കിട്ടുമ്പോൾ എടുക്കുന്നത്. ഓക്കെ, കുറച്ചെടുക്കുള്ളൂ മിസ്, കുറച്ചെടുക്കുള്ളൂ, പേടിക്കണ്ട. ഇഷ്ടം ഡെഫിനേഷൻ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, എനിക്ക് ബോറടിച്ചു തുടങ്ങി, എന്ത് ചെയ്യാനാലേ. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പേജ് നമ്പർ എടുത്തോ? ചാപ്റ്റർ 9 പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? 78. ഓക്കെ, 78 കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, ചാപ്റ്റർ 9 മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലേ, എല്ലാവരും ചെയ്യാറുണ്ട് അല്ലെ? എന്ത് ചെയ്യാറുണ്ട്? കടയിൽ പോയിട്ട് നമ്മള് എന്ത് ചെയ്യാറുണ്ട്? സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ഇല്ലേ? ചെയ്യാറുണ്ടോ? ആരും ചെയ്യാറില്ലേ? ആരും കടയിൽ പോവാറില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ 3 ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? 3 ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ്. ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. 3 എണ്ണം നിങ്ങൾ പഠിക്കണം. ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് business activities that manage the flow of goods and services from the producer to the consumer or user. Producer എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പ്രൊഡ്യൂസർ ആരാ? പ്രൊഡ്യൂസർ ആരാ? പ്രൊഡ്യൂസർ അതായത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കുന്നവര്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഗുഡ്സുകൾ ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെ, നിർമ്മാതാവ് എന്ന് പറയാം നമുക്ക് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തില് ഗുഡ്സ് കച്ചവടക്കാരെന്ന് പറയാൻ പറ്റും, നമുക്ക് നിർമ്മാതാവ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിനെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഇനി കസ്റ്റമർ അറിയാലോ, എന്താണ്? സാധനങ്ങൾ വാങ്ങിക്കുന്ന ബയ്യർ എന്ന് പറയാം അല്ലെ. വാങ്ങിക്കുന്നവര് അല്ലെങ്കിൽ ബയേഴ്സ് ഇല്ലേ? ബയ്യർ, യൂസർ, സാധനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികള് യൂസർ എന്ന് പറയാൻ പറ്റും, കസ്റ്റമർ എന്ന് പറയാൻ പറ്റും. ഇനി വേറെ പേര് എന്ന് പറയാൻ പറ്റും നമുക്ക്. ബയ്യർ എന്ന് പറയാൻ പറ്റും, കൺസ്യൂമർ എന്ന് പറയാൻ പറ്റും അല്ലെ. ഇത്തരത്തില് കുറെ വേർഡ്സുകൾ നമുക്ക് പറയാൻ പറ്റും അല്ലെ. കസ്റ്റമറെ കുറിച്ച് അല്ലെങ്കിൽ കൺസ്യൂമറെ കുറിച്ച് 4 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ പ്രൊഡ്യൂസർ ആരാണ്, അതുപോലെ തന്നെ കസ്റ്റമർ ആരാണെന്നുള്ളത് മനസ്സിലായോ? കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താണ്? നമ്മൾ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്നു അല്ലെ. നമ്മൾ ആരുടെ അടുത്ത് പോവും? കച്ചവടക്കാരന്റെ അടുത്ത് പോവും അല്ലെ. ഇല്ലേ? സെല്ലർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറയാം ഇല്ലേ. നമ്മള് കച്ചവടക്കാരന്റെ അടുത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പൊ അവിടെ എന്താ നടക്കുന്നേ? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ ആണ് അല്ലെ. ഗുഡ്സ് തരുന്നു, നമ്മൾ വാങ്ങിക്കുന്നു. മനസ്സിലായോ? പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് ഉള്ള ആ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ മാനേജ് ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമറിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് അതിന്റെ ഫ്ലോ മാനേജ് ചെയ്യുന്ന ആക്ടിവിറ്റിനെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ ഫസ്റ്റ് ഡെഫിനിഷൻ? മനസ്സിലാവാത്തവരുണ്ടോ ഇനി? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് distribution of goods and services are selected consumer segment. ഇനി നമ്മള് ഈ മാർക്കറ്റില് പ്രൊഡക്റ്റുകള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലേ. ബേബീസിന് വേണ്ടിയിട്ട്
ക്രീമുകള്, ഷാംപൂസ്, അതുപോലെ തന്നെ ബേബി കിറ്റ് വരെ നമുക്ക് കിട്ടും ഇല്ലേ, പല പ്രൊഡക്റ്റിന്റെ ഇല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ വുമൻസിന്റെ ഇപ്പൊ ഫേസ് ക്രീം ആവാം, മോയ്സ്ചറൈസർ ക്രീം, അങ്ങനെ പല ഇപ്പൊ ലേഡീസിന്റെ സ്പ്രേ ഇതൊക്കെ കിട്ടും. ഇപ്പൊ ജെന്റ്സിനായാലും സ്പ്രേ, പിന്നെ അതുപോലെ തന്നെ അവർക്കും എന്താണ് ഇപ്പൊ എന്താ പറയാ അങ്ങനെ കുറെ പ്രൊഡക്റ്റുകൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും മാർക്കറ്റിൽ ഇല്ലേ. പല രീതിയിലാണ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ബേബീസിന് ഉണ്ടാവാം, ലേഡീസിന് ഉണ്ടാവാം, ജെന്റ്സിന് ഉണ്ടാവാം ഇല്ലേ. അപ്പോ അവിടെ സെലക്റ്റഡ് കൺസ്യൂമർ സെഗ്മെന്റ്, അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് സെലക്റ്റഡ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് തെരഞ്ഞെടുത്തിരിക്കുന്ന ഉപഭോക്തൃ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയും മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ഇപ്പൊ ഞാനൊരു എന്താണ് ബിസിനസ്സുകാരനാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്താണ് ബേബീസിന്റെ ഒരു ഹിമാലയ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്തു, ആ ബേബീസിന്റെ ഒരു ഹിമാലയ പൗഡർ ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സെലക്റ്റഡ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പറയാൻ പറ്റോ? ജെന്റ്സ് ആണോ, ലേഡീസ് ആണോ, ബേബി ആണോ? ബേബി അല്ലെ. കുഞ്ഞുങ്ങളെയാണ് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോ ലേഡീസിന് വേണ്ടിയിട്ട് ഫേസ് ക്രീം ആണ് ഞാൻ നിർമ്മിക്കുന്നത്. അപ്പൊ ആരെയാ ഞാൻ മുന്നിൽ കാണുന്ന കസ്റ്റമർ എന്ന് പറയുന്നത്? ആരായിരിക്കും? ലേഡീസ് ആണ്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണോ? ഓക്കെ, അപ്പൊ ബേബീസ് ആണെങ്കിൽ ബേബി, അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ ലേഡീസ്. ഓക്കെ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന കസ്റ്റമർ സെഗ്മെന്റിന് വേണ്ടിയിട്ട്, തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപഭോക്തൃ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ആക്ടിവിറ്റിനെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബേബി പ്രൊഡക്റ്റ്, ഹിമാലയയുടെ ബേബി പ്രൊഡക്റ്റ് ഉണ്ടാക്കി. അപ്പൊ എന്താണ്, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്ന കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് ബേബീസ് ആണ്. ബേബീസിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി ആ ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയും അല്ലെ, ബൈങ് ആൻഡ് സെല്ലിംഗ് നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അതും എന്താണ്, ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് അല്ലേ? ആണോ? ഇല്ലേ? ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? രണ്ടാമത്തെ ഡെഫിനിഷൻ, സെലക്റ്റഡ് കൺസ്യൂമർ സെഗ്മെന്റ്, അതായത് തെരഞ്ഞെടുത്തിരിക്കുന്ന ഉപഭോക്തൃ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയും അതുപോലെ വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റിനെയും മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. കിട്ടിയോ രണ്ട് ഡെഫിനേഷനും? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ഡെഫിനേഷൻ നോക്കിയേ. Marketing is the functional management by an organization of its exchange relation with its various markets. അതായത് മാർക്കറ്റിംഗ് എന്നത് വിവിധ വിപണികളുമായുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് എനിക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണം. അപ്പൊ എന്താണ്, ഞാൻ എങ്ങനെയാ തുടങ്ങുക? ഞാൻ എന്ത് ചെയ്യും? ഹോൾസെയിൽ കടയിൽ പോയിട്ട് എനിക്ക് ഇന്ന പ്രൈസിന് ഇന്ന ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തരുമോ എന്ന് ചോദിക്കും അല്ലെ. നമ്മൾ എവിടെയാണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചില്ലേ? ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ നാട്ടിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മറ്റു കടകളിൽ പോയിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. റീറ്റെയിൽ ഷോപ്പിലൊന്നും പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വില മുക്കിയാണ് തരുന്നത് അല്ലെ. നമ്മളൊക്കെ എങ്ങനെയാണ്? വില കുറച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുള്ളൂ? വില കുറച്ച് സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ചോദിക്കും. ഓക്കെ, എഗ്രിമെന്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യും? ആ കടക്കാരനുമായിട്ട് എഗ്രിമെന്റ് വെച്ചു, സാധനങ്ങൾ കൊണ്ടുവന്നു, എന്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് ഇട്ട് വില കൂട്ടി. ഒരു 10-20 രൂപയ്ക്ക് ഞാൻ വില കൂട്ടി വിൽക്കുന്നു. അതും എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയാം ഇല്ലേ. അവിടെ നോക്കി ഞാൻ ഡെഫിനേഷൻ പറഞ്ഞു തരാം. അപ്പോ ആ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. മാർക്കറ്റിംഗ് എന്നത് വിവിധ വിപണികളുമായുള്ള ഒരു ഓർഗനൈസേഷന്റെ, ഇപ്പൊ എന്റെ ഓർഗനൈസേഷൻ, എന്റെ കട എന്ന് പറഞ്ഞത് ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ. ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾസെയിൽ കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അല്ലെ.
അവരെന്ത് ചെയ്യുന്നത്? ഒരു എഗ്രിമെന്റ് വെച്ചു, ഞാനും ആ കടയിൽ തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. എന്നിട്ടാണ് സാധനങ്ങൾ എന്റെ കടയിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വില കൂട്ടി വിൽക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിയേ, വിവിധ വിപണികളുമായുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെയും മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. കിട്ടിയോ? ആ കണക്ട് ചെയ്ത് നോക്കിയേ അങ്ങനെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? വിവിധ വിപണികളുമായുള്ള ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ. ഓക്കെ, എന്റെ ഓർഗനൈസേഷൻ ഹോൾസെയിൽ കടയിൽ പോയി അവിടെ എന്ത് ചെയ്തു? ഞാൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്തുന്നുണ്ട് അല്ലെ, വിനിമയ ബന്ധങ്ങൾ. ഓക്കെ, പല ഓർഗനൈസേഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിനിമയം എന്താണ്? ഈ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, എഗ്രിമെന്റ് വെക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽസ് കൊണ്ടുവന്ന് എന്റെ കടയിൽ കൊണ്ടുവന്ന് ഇടുന്നു. വില കൂട്ടി 10, 20, 30 രൂപ വില കൂട്ടി ഞാൻ മെറ്റീരിയൽസ് വിൽക്കുന്നു. അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മാർക്കറ്റിംഗ് എന്ന് പറയാം. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? 3 ഡെഫിനിഷനും ഇത്രയും മിസ് എടുക്കുന്നുള്ളൂ, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഓൾറെഡി പറഞ്ഞ ബോറടിയാണ് അല്ലെ? ഓക്കെ, കിട്ടിയോ? കൊമേഴ്സ് അല്ലാത്തവരോടാണ് മിസ് ചോദിക്കുന്നത്. കിട്ടിയില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഡെഫിനിഷനിൽ പറയുന്നത് കൺസ്യൂമറും കസ്റ്റമറും തമ്മിലുള്ള, പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള ആ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആക്ടിവിറ്റി. ഇനി സെക്കൻഡ് ഡെഫിനിഷനിൽ എന്താണ്? ഞാനൊരു എന്ത് ചെയ്തു? ലേഡീസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഫേസ് ക്രീം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അത് ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്, ബേബീസിനാണെങ്കിൽ ബേബീസിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ആ ഹിമാലയയുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താണ്? ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സെലക്ടഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? ബേബീസ് ആണ്. ഓക്കെ, അവർക്ക് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തതുമായിട്ടുള്ള ആ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിനെയും നമ്മൾ എന്തെന്ന് പറയാൻ പറ്റും? മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും നമുക്ക് അല്ലെ? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആ ഫ്ലോ അല്ലെങ്കിൽ ആക്ടിവിറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാർക്കറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ആ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ ബാക്കി എന്താണ്? മനസ്സിലായില്ലേ? ഞാനൊരു റീറ്റെയിൽ ഷോപ്പ് ഇടാനായിട്ട് തീരുമാനിച്ചു. എനിക്ക് എന്താണ്? വെറുതെ ഇരുന്നാല് ഇത് കിട്ടില്ല. എന്താണ്? മെറ്റീരിയൽസ് കിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം? ഹോൾസെയിൽ കടയിൽ പോയിട്ട് ചോദിക്കണം. എന്നാലും ഡിസ്കൗണ്ടില് സാധനങ്ങൾ കിട്ടുള്ളൂ അല്ലെ? ഞാൻ അവിടെ പോയി ചോദിച്ചു. അവർ ഓക്കെ പറഞ്ഞു. എഗ്രിമെന്റ് വെച്ചു. വിനിമയ ബന്ധങ്ങൾ. ഓക്കെ, എഗ്രിമെന്റ് വെച്ചു. സാധനങ്ങൾ ഞാൻ എന്റെ കടയിൽ കൊണ്ടുവന്നു. 50 രൂപയോ അല്ലെങ്കിൽ 30 രൂപയോ കൂട്ടി എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് സെയിൽ ചെയ്യുന്നു. അതിനെ നമുക്ക് ഇതൊന്ന് പറയാൻ പറ്റും? മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, സെറ്റായി? 3 സെറ്റാണോ? ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.